നഗരത്തിൽ മെച്ചപ്പെട്ട സീവേജ് സംവിധാനമൊരുക്കാൻ സുസ്ഥിര നഗരവികസന പദ്ധതി പ്രകാരം 110 കോടി കയ്യിൽ കിട്ടിയിട്ടും ₹1 പോലും ചെലവിടാൻ നഗരസഭയ്ക്കായില്ല. ഖരമാലിന്യ സംസ്കരണവും വെള്ളക്കെട്ട് പരിഹാരവും സീവേജ് പ്ലാന്റുകളും കടലാസിലൊതുങ്ങുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നഗരസഭ എങ്ങുമെത്തിയില്ല. കോടികൾ അവിടെ കിടക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പാവപ്പെട്ട ഞങ്ങളെ പോലുള്ള ജനങ്ങൾ ഇവിടെ ഈ ചേരിയയിൽ ജീവിച്ച് മരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് മട്ടാഞ്ചേരിയിലെ ഒരു പതിവ് കാഴ്ച. പശ്ചിമ കൊച്ചിയിൽ സീവേജ് പ്ലാന്റ് സ്ഥാപിക്കാൻ KSUDP നൽകിയ 110 കോടി നഗരസഭയുടെ കയ്യിലിരിക്കുമ്പോഴാണ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പൊതു ടോയ്ലറ്റുകളുടെ മുന്നിൽ നൂറുകണക്കിന് പാവങ്ങൾ കാത്തുനിൽക്കുന്നത്. പശ്ചിമ കൊച്ചിയിലെ കൊതുക് നിയന്ത്രിക്കണമെങ്കിൽ മെച്ചപ്പെട്ട സീവേജ് സംവിധാനം വേണമെന്ന് കേന്ദ്ര സർക്കാർ ഏജൻസിയായ വെക്ടർ കൺട്രോൾ റിസർച്ച് സെന്ററും റിപ്പോർട്ട് നൽകിയിരുന്നു. മുണ്ടൻവേലിയിലെ GCDAയുടെ 20 ഏക്കർ സ്ഥലം സീവേജ് പ്ലാന്റിന് നൽകാമെന്നായിരുന്നു ധാരണ. എന്നാൽ നഗരസഭയുമായുള്ള ഉരസൽ മൂലം GCDA കാലുമാറി. വൈറ്റില ബസ് ടെർമിനലിന് സ്ഥലം നൽകേണ്ടതിനാൽ 5 ഏക്കർ മാത്രം നൽകാമെന്നാണ് ഇപ്പോൾ വാഗ്ദാനം. തൽക്കാലം ഇപ്പോൾ പണി നടത്തുന്ന രീതിയിൽ 5 ഏക്കർ ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ശരിക്കും 12 അല്ല 20-25 ഏക്കർ സ്ഥലം. എല്ലാ നഗരങ്ങളിലുള്ള സൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ പോയി സന്ദർശിച്ചാലും ആ പ്ലാന്റിന് അപ്പുറത്തേക്ക് ഇഷ്ടം പോലെ ഓപ്പണായ സ്ഥലം നമുക്ക് ഉണ്ടാകണം, എന്നാലേ ഇതൊന്ന് ഫംഗ്ഷൻ ചെയ്യുള്ളൂ. മഴക്കാലം കഴിഞ്ഞാൽ ടൂറിസം സീസണായി. ഈ സമയത്ത് റോഡ് ആഴത്തിൽ കുഴിച്ച് പൈപ്പുകൾ സ്ഥാപിക്കാനും മറ്റുമാവില്ല. നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ അനുവദിച്ച 12.5 കോടിയിലും ₹1 പോലും ചെലവാക്കാനായിട്ടില്ല. പുതുതായി ഒരു സെപ്റ്റിക് ടാങ്ക് പണിയാൻ പോയിട്ട് 1 ഇഞ്ച് സ്ഥലം പോലും കൂട്ടിയെടുക്കാനില്ലാത്ത മട്ടാഞ്ചേരിയിലെ ചേരികൾ. പശ്ചിമ കൊച്ചിക്കായി അനുവദിച്ച 110 കോടിയുടെ സെപ്റ്റിക് ടാങ്കിന്റെ തുക കയ്യിൽ വെച്ച് 4 വർഷം കാത്തിരിക്കുമ്പോൾ നഗരസഭയിലെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഈ കാഴ്ച ഒരിക്കലെങ്കിലും ഒന്ന് കാണേണ്ടിയിരുന്നു. ക്യാമറാമാൻ രമേശ് മണിക്കൊപ്പം മീറ്റു മാത്യു, മനോരമ ന്യൂസ്.